ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേലിലേക്ക്. ഇസ്രയേലിൽ വലിയ നാശനഷ്ടമുണ്ടാകുന്നു. സ്കൂളുകൾ അടച്ചിടുന്നു. അവിടുത്തെ ജനങ്ങളോട് ബങ്കറിനുള്ളിൽ ഒളിക്കാൻ പറയുന്നു. ആശുപത്രികൾ ഒഴിപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത്. ഇറാന്റെ ഈ ഒരു ആക്രമണത്തിൽ ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിരണ്ടിരിക്കുകയാണ്. പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുമെങ്കിൽ അത് ഇറാനായിരിക്കും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത്. കാരണം ഇത് നമ്മൾ പറയുന്നതല്ല, ഇറാൻ ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് പറയുന്നതാണ്. മാത്രമല്ല, ഈ പ്രവാസികളെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ ചാനലിൽ ഇട്ടപ്പോൾ പലരും അതിനടിയിൽ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവിടെ എല്ലാവരും സുഖമായിട്ട് കഴിയുന്നു, അങ്ങനെ ഒരു യാതൊരു കാര്യവുമില്ല, ഇറാനാണ് തളർന്നിരിക്കുന്നത്, ഇസ്രയേലെ അമേരിക്കയെ ഒന്നും തന്നെ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇതിനെപ്പറ്റി യാതൊരുവിധ ബോധവും ഇല്ലാത്ത ആളുകൾ വന്ന് ഇതിന്റെ താഴെ കമന്റ് പറയുന്നുണ്ട്. അപ്പോഴും യദുവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നതാണ്. കാരണം ഇറാന്റെ നീക്കങ്ങളും ഇറാന്റെ പദ്ധതികളും അനുസരിച്ച്, അല്ലെങ്കിൽ ഇറാന്റെ പക്കലുള്ള ആയുധ ശേഖരങ്ങൾ അനുസരിച്ച് ഇവർക്ക് ഈ ഒരു യുദ്ധത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ഇറാന്റെ തൊടുത്തുവിടുന്ന ഈ ഒരു ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും അങ്ങോട്ടേക്ക് ചില ആക്രമണങ്ങൾ നടത്താനും അല്ലാതെ ഈ യുദ്ധത്തെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇറാനെ പിടിച്ചെടുക്കാനും ഈ ഇരു രാജ്യങ്ങൾക്കും കഴിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ലെബനാനിലേക്ക് ആക്രമണം തൊടുത്തുവിട്ടതിന് തിരിച്ചടിയായിട്ട് ഇറാന്റെ മിസൈൽ മഴയാണ് ഇസ്രയേലിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിന്റെ സ്കൂളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു. ആശുപത്രികൾ ഒഴിഞ്ഞ് ആ രോഗികളുമായിട്ട് ബങ്കറുകളിലേക്ക് മാറാൻ പറയുന്നു. അവിടുത്തെ ജനങ്ങളോട് ബങ്കറുകളിലേക്ക് ഒളിക്കാൻ പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീതി ഇപ്പോൾ ഇസ്രയേൽ നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രംപിന്റെ സമാധാന കരാറിന് അവിടെ യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. കാരണം സമാധാനം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഇസ്രയേലിലേക്ക് നടന്നിരിക്കുന്നത്. ഇസ്രയേലിലെ റമാത്ത് ഡേവിഡ് വ്യോമതാവളത്തിന് നേരെയാണ് ഇറാന്റെ ഒരു മിസൈൽ മഴ തന്നെ നടന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏപ്രിലെ വെടിനിർത്തലിന് ശേഷം ആദ്യമായിട്ടാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് വെറുതെ പോയി ആക്രമിക്കുകയല്ല, ലെബനാനിലേക്ക് ആക്രമണം നടത്തരുതെന്ന് പലതവണ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോഴും പലരും പറഞ്ഞൊരു കാര്യം, ഇറാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ വലിയൊരു ആക്രമണം ഇസ്രയേലിൽ നടന്നിരിക്കുകയാണ്. ഒരു മിസൈൽ മഴ തന്നെ നടന്നിരിക്കുകയാണ്. സൈറണുകൾ നിർത്താതെ മുഴങ്ങുകയാണ്. അങ്ങനെ വലിയൊരു യുദ്ധഭീതി ഉണ്ടായിരിക്കുകയാണ്. ഗൾഫ് മേഖല എന്ന് പറയുന്നത് നിസാരമല്ല, അതീവ ഗുരുതരാവസ്ഥയിലാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ യുദ്ധത്തിന്റെ വലിയൊരു ഭീതിയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഈ ഇസ്രയേലിലെ റമാത്ത് ഡേവിഡ് വ്യോമതാവളത്തിന് നേരെ ഉണ്ടായിരുന്ന ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ തുടർന്നുള്ള സുരക്ഷിതത്വ നടപടി എന്നോണം ഗസയിലേക്കുള്ള റഫ ഇടനാഴിയും കരീം അബും സലീം ഇടനാഴിയും ഇസ്രയേൽ അടച്ചിരിക്കുകയാണ്. ഇനി വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു സൂചന കൂടിയാണ്. ഇതിനിടെ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് ശേഷം മാത്രമേ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇതിനോടകം തന്നെ നെതന്യാഹുവിന്റെ അടുക്ക പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ദോഷമാകും, അതായത് ഞാൻ പറയുന്നത് മാത്രം കേട്ട് നിന്നാ മതി എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറയുന്നത്. പക്ഷെ നെതന്യാഹു അത്തരം കാര്യങ്ങളൊന്നും ചെവി കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ട്രംപ് പിൻവലിയുന്നതനുസരിച്ച് ഈ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയൊരു ആക്രമണം നടക്കുന്നു, ഇസ്രയേൽ തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇവിടെ ആകെ പ്രശ്നത്തിലാകുന്നത് ഈ മിഡിൽ ഈസ്റ്റും അമേരിക്കയാണ്. കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെ, യാതൊരു കാര്യവുമില്ലാതെ ഒരു രാജ്യം അതിൻ്റെതായ രീതിയിൽ പോകുന്ന സമയത്ത് ആ രാജ്യത്തെ എണ്ണപ്പാടങ്ങളും സമ്പദ് വ്യവസ്ഥയും ആ രാജ്യത്തെ ഭരണവും കീഴടക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ ഒരു ഇറാൻ യുദ്ധം എന്ന് പറയുന്നത്. വെനസ്വലയില് പിടിച്ചടക്കിയതുപോലെ ഇറാനിൽ ചെന്ന് പിടിച്ചടക്കാമെന്ന് കരുതിയ ട്രംപിനും നെതന്യാഹുവിനും തെറ്റി. അവിടെ വലിയ രീതിയിലുള്ള ഒരു ആയുധശേഖരമുണ്ട്. അവിടുത്തെ നേതാക്കൾ മരിച്ചാലും അവിടുത്തെ രാജ്യം തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ഈ ജനതയ്ക്ക് മുന്നിൽ ഇവർക്ക് അടിയറവ് പറയല്ലാതെ മറ്റു വഴിയില്ല എന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിനും ഇക്കാര്യം അറിയാം. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ മാറുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെതന്യാഹു ആണ്. കാരണം നെതന്യാഹുവിന് ഈ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ഇനി അവിടുത്തെ കസേരയിൽ ഇരിക്കാനും ഭരണം നടത്താനും ഒക്കെ പറ്റൂ. ഇല്ലാത്ത പക്ഷം അദ്ദേഹം ജയിലിനുള്ളിൽ പോകും. അത് അറിയാം. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ കൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നം
പ്രശ്നമായിട്ട് നിൽക്കും. പക്ഷേ ഈ ഒരു ഗൾഫ് മേഖല വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയിലേക്ക് ചെലുത്തുന്നുണ്ട്. കാരണം ഈ യുദ്ധം നടക്കുന്നതനുസരിച്ച് ഗൾഫ് മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രവാസികളടക്കമുള്ള പലരുടെയും ജോലി പോകാൻ സാധ്യത ഏറെയാണ്. കാരണം ഹോർമുസ് അടച്ചിട്ടിരിക്കുന്ന സമയം തൊട്ട് ഗൾഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള പ്രവാസികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നീക്കം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്ത്യയിലും അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഈ ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമായിരുന്നു. ഈ ഹോർമുസ് അടച്ചതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും എണ്ണ മുടങ്ങി. അതുപോലെ തന്നെ ഈ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം വീണ്ടും കടുത്തിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് യുദ്ധം ഇറാനെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇറാൻ ഇതിനൊത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയും ഇസ്രയേലും പറയുന്നതനുസരിച്ച് ഇറാൻ നിൽക്കും. കാരണം ഇറാന് സാമ്പത്തികമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ കണ്ണ് എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല. സമ്പത്ത് അവർക്ക് ഇല്ലെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ചെറുത്തുനിൽപ്പാണ്. അതായത് സമ്പത്തിനെ അവര് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അവരുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളെയും ഈ പറയുന്ന ഉപരോധങ്ങളെയും ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം നിർത്തുന്നത് ഇറാനാണ് പലതവണയും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഒരു 10 വർഷത്തോളം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മാരകായുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ യുദ്ധം നടത്തിയപ്പോൾ അമേരിക്കയുടെ താടും പേട്രിയോറ്റും പോലുള്ള അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾ തകർത്തത് ഇറാന്റെ വെറും ഈ ഡമ്മി മിസൈലുകൾ കൊണ്ടാണ്. അപ്പോൾ ആ ഡമ്മി മിസൈലുകൾ അല്ലാതെ ഒരു ശേഖരം ഈ പല ഭൂഗർഭ അറകളിലും ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും ഏറ്റവും വലിയ കഷ്ടം ഉണ്ടാകുന്നത് ഈ പറയുന്ന ഗൾഫ് മേഖലയാണ്. കാരണം പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നു, അവിടെ കുടുംബത്തോടെ താമസിക്കുന്നു. ഈ ഒരു യുദ്ധം കടുത്തു കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് വരേണ്ടി വരും. പലരുടെയും ജോലി നഷ്ടപ്പെടും, പഠിത്തം നഷ്ടപ്പെടും. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാകും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രയേൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വലിയ ഒരു തീഗോളമായിട്ട് ഈ ഒരു യുദ്ധം മാറുകയാണ്. ഈ ഒരു യുദ്ധം മാറുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സമാധാനം അകലെയാണ് എന്നുള്ളതാണ്. കാരണം ട്രംപ് പലതവണ നെതന്യാഹുവിനെ പിടിച്ച് മാറ്റാൻ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോഴും നെതന്യാഹുവിന്റെ വാശിക്കനുസരിച്ചാണ് ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വെറുതെ പോയി ഇറാൻ അങ്ങോട്ടേക്ക് ഇസ്രയേലിലേക്ക് ആക്രമിച്ചതല്ല. ഈ ഇറാൻ ആക്രമിച്ചതിന് പിന്നില് ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നില് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലെബനാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ്. കാരണം സാധാരണ ജനങ്ങളെ അവർ അവിടെ കടന്ന് ഉറങ്ങുന്നു, അവരെ ജോലി ചെയ്യുന്നു, അവർ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങോട്ടേക്ക് യാതൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെ അങ്ങോട്ടേക്ക് പോയി യുദ്ധം നടത്തുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. കാരണം നെതന്യാഹുവിന് ജയിലിൽ പോകാൻ മടിയാണ്. ആ ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ താൻ പെട്ടു എന്ന് നെതന്യാഹുവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ നെതന്യാഹു ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത് അധിക നാൾ വില പോകില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധത്തിന് അറുതി വരാൻ പോകുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ തന്റെ എല്ലാ കണക്കുകളും തീർക്കുമ്പോൾ ഈ ഒരു യുദ്ധത്തിന് അറുതി വരും. അതുവരെ പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, പലരുടെയും ജോലി പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല.